നമുക്ക് നൊസ്റ്റാൾജിയെ പറ്റി സംസാരിച്ചാലോ? നൊസ്റ്റാൾജിയ എന്താ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ടോപ്പിക്ക്? അല്ല, ഞാൻ ഇതിനു മുമ്പ് നൊസ്റ്റാൾജിയെ പറ്റി ഇങ്ങനെ പറയണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഇന്നിപ്പോൾ അമ്മ മറ്റേ പഴയ ഓട്ടോഗ്രാഫിൻ്റെ പുസ്തകം എടുത്ത് വെച്ചപ്പോൾ അതും ചപ്പ വിചാരിക്കും നമുക്ക് പറയാൻ പറ്റിയൊരു വിഷയമാണെന്ന്, എനിക്ക് സംസാരിക്കാൻ പറ്റിയൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നി. എന്താണ് നിനക്ക് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് തോന്നുന്നത് ശരിക്കും നൊസ്റ്റാൾജിയ ആണോ? ഈ പ്രായത്തിൽ തോന്നേണ്ടതാണോ നൊസ്റ്റാൾജിയ? ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാം കഴിഞ്ഞ് അവസാനിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഓട്ടങ്ങളും തികച്ച് അവസാനം നിൽക്കുമ്പോൾ നമുക്ക് തോന്നേണ്ട ആ പിന്നോട്ടുള്ള നോട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്? എനിക്ക് സത്യം പറയാം, ഇതിന് ഞാൻ എന്താണെന്ന് ഇത് പറയാനായിട്ട് കാരണം, എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഈ ഒരു വികാരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലരൊരു പഴയ സ്കൂളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പഴയ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ഭയങ്കര ഉള്ളിലൊരു ഗൃഹാതുരത്വം തോന്നും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു സാധനത്തോടും തോന്നുന്നില്ല. ഒരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞ ആൾക്കാര് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സംഭവം ഞാൻ വിശ്വസിക്കുന്നത് ഒരു പഴയകാല ഓർമ്മ മാത്രമാണ്. ശരിക്കും അതാണോ നൊസ്റ്റാൾജിയ? അതല്ലേ നമുക്കൊരു സംഭവം, നമ്മളെ പഴയ അതാണ് ഗൃഹാതുരത്വം എന്ന് പറഞ്ഞാൽ അതല്ലേ? അതൊന്ന് നോക്കിയോ, ഫോണിൽ നോക്കി നോക്ക്. എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു തോന്നലിനല്ലേ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്? ആ ഫീലിനാണോ പറയുന്നത്? അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അത് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. പൊന്നനും തോന്നുന്നുണ്ടാവും അതൊക്കെ. അത് മറ്റുള്ളവർക്ക് തോന്നുന്ന ആ ഒരു അത്രയും ശക്തിയിൽ തോന്നുന്നില്ല. ഇംഗ്ലീഷിൽ എന്താ? നൊസ്റ്റാൾജിയ ഈസ് എ ബിറ്റർ സ്വീറ്റ് ഇമോഷണൽ ഫീലിംഗ് കമ്പൈനിങ് എ ഫോണ്ട് ലവിങ് അഫെക്ഷൻ ഫോർ ദ പാസ്റ്റ് വിത്ത് എ മൈൽഡ് സാഡ്നെസ് ബിക്കോസ് ദോസ് ടൈംസ് ആർ ഗോൺ. അത് കഴിഞ്ഞു പോയത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതപ്പോൾ അതല്ല, പഴയകാല ഓർമ്മകളല്ല നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് തന്ന ഓർമ്മകളാണ് നൊസ്റ്റാൾജിയ. അത് അപ്പം നമുക്ക് എന്താന്ന് പറഞ്ഞാൽ അതിൽ അവിടെ പറഞ്ഞ ആ ഇത് വേണം. അതായത് അത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് ഉണ്ടാവണം. ബിറ്റർ സ്വീറ്റ് ഇമോഷൻ അതാണ്. അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർക്ക് സ്കൂൾ ജീവിതവും കോളേജ് ജീവിതമൊക്കെ ആയിരിക്കും നൊസ്റ്റാൾജിയ തരുന്ന ഒരു കാര്യങ്ങൾ. ജോലി സ്ഥലം എനിക്ക് നൊസ്റ്റാൾജിയ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ ഉണ്ടാവുമോ? അതായത് അവരുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രണയം, അവർ ആസ്വദിച്ചൊരു പ്രണയം അവർക്ക് സംഭവിച്ച ഓഫീസ് ജീവിതത്തിലാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്കതൊരു നൊസ്റ്റാൾജിയ ആയിരിക്കില്ലേ? അറിയില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. ഇപ്പം ഞാൻ കോളേജിൽ പൊന്നന് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. പൊന്നന് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പൊന്നൻ പറയില്ല നൊസ്റ്റാൾജിയ, ഈ പഴയ ഓർമ്മ വരുമെന്ന്. ഏതാ ഇപ്പൊ ഒരു പാട്ട് തന്നെ മലയാളത്തിലൊരു പാട്ട് പറയുമല്ലോ, പൊന്നൻ ആ പ്ലസ് ടു സമയം ഓർമ്മ വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അന്ന് പൊന്നൻ എന്താ തപ്പി കണ്ടുപിടിച്ചില്ലേ ആ പാട്ട് യൂട്യൂബില്? അപ്പൊ പൊന്നൻ നൊസ്റ്റാൾജിയ ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റുമോ? എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. അതല്ല, ഓരോ തലത്തിലാണ് പാട്ട് കേൾക്കുമ്പോ തോന്നുന്നത്. അതെനിക്ക് ആ പാട്ടിനോടുള്ളൊരു ചിലപ്പോ പൊന്നൻ ആ പാട്ട് ആ പാട്ട് ഏത് സമയത്താണ് പൊന്നൻ കേട്ടത്? അല്ല, അതല്ല ഞാൻ പറയാൻ വന്നത്. ആ പാട്ട് ചിലപ്പോ അതേപോലെ മറ്റേ ആ സമയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുവാണ് എല്ലാത്തിൻ്റെ ഓർമ്മ. പൊന്നൻ ആ പാട്ട് പ്ലസ് ടു സമയത്ത് കേട്ട്, പ്ലസ് ടു ജീവിതകാലത്ത് കേട്ട് ആസ്വദിച്ചൊരു പാട്ട് കുറേ കാലം പൊന്നൻ ജീവിതകാലം കഴിഞ്ഞിട്ട് വീണ്ടും കേൾക്കുമ്പോൾ ആ പ്ലസ് ടു കാലത്തിലേക്ക് പൊന്നനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പൊന്നൻ്റെ നൊസ്റ്റാൾജിയ. ആ പാട്ടിലൂടെയുള്ള പൊന്നൻ്റെ നൊസ്റ്റാൾജിയാണ്. ആ നല്ല ഓർമ്മകളാണ്. ഞാൻ ആ രീതി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഉള്ളിലുള്ള തോന്നല്, ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും നൊസ്റ്റാൾജിയ ആക്കാൻ പറ്റും. നമുക്ക് അതെന്നെ ആ നിമിഷത്തെ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. ഞാൻ പറഞ്ഞ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത് റെക്കോർഡിംഗ് ആണോടാ? പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലര് സ്കൂളിനെ ഒരു കാണുമ്പോൾ, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതും ഈ സംഭവം തന്നെയല്ലേ? ഇപ്പൊ പൊന്നൻ പറഞ്ഞ അതേ സംഭവം തന്നെയല്ലേ? പൊന്നൻ ആ പാട്ടിൽ തോന്നുന്നത് അത് തന്നെയല്ലേ ഒരു രീതി? അത് രണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എല്ലാത്തിന്റെയും കോറ് സെയിമാ. അതായത് സ്കൂള് കാണുമ്പോ ആ സ്കൂൾ ജീവിതവും ആ ഇതും ആ സ്കൂളിൽ നടന്ന പഠിച്ച കാര്യം കാലഘട്ടമൊക്കെ. ഇപ്പൊ ഞാനിപ്പോ നമ്മൾ പഠിച്ച സ്കൂളിന്റെ മുന്നിൽ കൂടെ പോയി എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലേ ഇല്ല. ഇതാണ് ഞാനിവിടെ പഠിച്ചതാണെന്നോ ഇതിൽ കൂടെ നടന്നാണെന്നോ എനിക്ക് ഒരു തോന്നലേ ഇല്ല. അത് ഞാൻ പറയാം. പൊന്നന് ഒരു പാട്ട്, പൊന്നൻ ആ സ്കൂൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ട ഒരു പാട്ട് കേൾക്കുമ്പോഴാണ് പൊന്നൻ ആ സ്കൂൾ ജീവിതം ഓർമ്മ വരുന്നത്. വേറൊരാൾക്ക് ആ സ്കൂള് കാണുമ്പോഴാണ് ആ സ്കൂൾ ജീവിതം ഓർമ്മ വരുന്നത്. അടിസ്ഥാനമായിട്ട് രണ്ടുപേർക്കും ആ പഴയകാല ഓർമ്മകളിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അതിനെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. നീ അതല്ല, സംഭവം സെയിം തന്നെയാണ്. പലർക്കും പല തലത്തിലാണ്. ആ പാട്ട് കേൾക്കുമ്പോ സ്കൂൾ ജീവിതത്തെ ഓർക്കുന്നുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അല്ലാണ്ട്
ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ആ സ്കൂളിൽ ജീവിതത്തിൽ കേട്ടു എന്നുള്ള കാര്യം സത്യം. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പാട്ടുകൾ വരുന്നൊരു സന്തോഷം. പൊന്നൻ എന്നോട് പറഞ്ഞത്, എടാ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എടാ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് ഈ പാട്ട് ഇതായിട്ട് ഭയങ്കര അനുഭവം, അതിലേക്ക് പോയി എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇത് തപ്പിക്കണ്ട് പോയ ഇത് കേട്ട സമയത്ത് +2 സമയങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പാട്ട് തപ്പിപ്പോകാനുണ്ടായ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതായത് ആ പാട്ട് തരുന്ന ഒരു ഫീലിന് വേണ്ടിയിട്ട് പോയതാണ്. അല്ലാണ്ട് ഞാൻ മനുഷ്യർക്ക് നീ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഞാൻ ആ സ്കൂൾ ജീവിതത്തിന്റെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല ആ പാട്ട് കേൾക്കുന്നത്. ഇപ്പൊ എനിക്ക് അത് പല പാട്ടുകളും ഞാൻ പറയുന്നില്ല. പൊന്നൻ ആ പാട്ട് കേൾക്കുമ്പോൾ പൊന്നൻ +2 ഇതിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. അത് വരുന്നില്ല. എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൽ, നിനക്ക് ചില പാട്ടുകൾക്ക് നമ്മുടെ ഉള്ളിലൊരു കല്ല് കയറ്റി വെച്ച അനുഭവം ഇല്ലേ? അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉണ്ടാവാറില്ല. എനിക്ക് ഉണ്ടാവാറുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പുറകോട്ടേക്ക് വലിക്കുന്ന പോലെ തോന്നും. എനിക്ക് നെഞ്ചത്ത് ഒരു കല്ല് കയറ്റി വെച്ച് നമുക്കൊരു നമുക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു ഫീൽ ഉണ്ട് ഉള്ളിൽ ഈ അടിവയറ്റിൽ നെഞ്ചിന്റെയും വയറിന്റെ ഇടയിലായിട്ട് ഒരു കല്ല് കയറ്റി വെച്ചൊരവസ്ഥ. അതാണ് എനിക്ക് പാട്ടുകൾ വരുന്നത്. ആ പാട്ട് ഞാൻ സ്കൂൾ ജീവിതത്തിൽ കേട്ടു. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പഴയ കാര്യങ്ങൾ ഓർക്കാറില്ല. ഞാൻ ആ പാട്ട് കേൾക്കുന്നത് എനിക്ക് ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാനും ആ പാട്ട് കേൾക്കുമ്പോൾ സ്കൂൾ ജീവിതത്തെ പറ്റി ആലോചിക്കാറില്ല. ഇപ്പോൾ കോളേജിലാണെങ്കിൽ സമയത്തും അത് നീ പറഞ്ഞില്ലേ പ്രണയത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, സുഖമുണ്ടായിരുന്നു. കോളേജിൽ പ്രേമിച്ചിടുന്ന സമയത്തുള്ള കാര്യം ഞാനിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാറ് പോലും ഇല്ല. അങ്ങനെ ഒരു സംഭവം നടന്ന അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മനുഷ്യരും ഉണ്ടാവൂല. എന്തെങ്കിലും അസുഖം, അതായത് ഉള്ളില് നമ്മളെല്ലാം മനുഷ്യരാണ്. ആൾക്കാർ പൊതുവെ ഇതിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഉള്ള ആ ഉള്ളിൽ ഈ കല്ല് കയറ്റി വെച്ച അവസ്ഥയായിരിക്കണം ആൾക്കാർ പറയുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മപ്പെടുത്തുന്ന സാധനങ്ങളൊന്നും ഏത് സ്ഥലങ്ങളിലോ അവിടെ ചെല്ലും സംഭവങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അങ്ങനത്തൊരു ഇതില്ലാന്നാണ്. അതോ ഇനി നീ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ? അല്ല, അങ്ങനെയല്ല. അത് ചിലപ്പോൾ പൊന്നു മനസ്സിലാവാത്താണെങ്കിലോ ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊന്നിന് അത് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ എന്താ അങ്ങനത്തെ ഒരു അതായത് അത് നിൽക്കുക. ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു ഭക്ഷണം തന്നെ 10 പേർക്ക് തീറ്റിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല അതിൻ്റെ ടേസ്റ്റ് അനുഭവപ്പെടുക. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും, ചിലർക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലർ വലിയ ഭാവ വ്യത്യാസം ഒന്നും കാണിക്കില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുത്തില്ല. ഇതേപോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാൾക്ക് ഇതാവുന്ന പോലെ നൊസ്റ്റാൾജിയ വരുന്ന പോലെ ആയിരിക്കില്ല പൊന്നിന്. എന്താ പറയുക, ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പൊ ചിലർക്ക് എന്റെ ചോദ്യം ഇതൊന്നുമല്ല. എന്റെ ചോദ്യം ഇതാണ്, ശരിക്കും ഈ പ്രായത്തിൽ നമുക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഈ സാധനം ശരിക്കും അതാണോ, അതാവണോ ഈ നൊസ്റ്റാൾജിയ? അതിനു മുന്നേ എനിക്കിത് തോന്നിയാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അത് വിട് മറ്റുള്ളവർക്ക് തോന്നുന്നു പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പൊന്നൻ ഈ ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നൻ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ളതുകൊണ്ടാണ് സംശയമാണ്. എനിക്ക് തോന്നാത്തത് നീ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. എനിക്കിതുണ്ടോ ഇല്ലയോ എനിക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമാണോ എനിക്ക് സംശയമാണ്. എന്റെ മനസ്സ് പറയുന്നത് പൊന്നൻ ഇല്ല എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു പൊന്നന്റെ അളവ് തോത് വ്യത്യാസം. വേറൊരു കാര്യം, അതായത് ഇപ്പൊ ചിലർക്ക് ആദ്യത്തെ ബൈക്കിനോടൊരിത്, ആദ്യത്തെ വണ്ടികളോട്, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും, അതായത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല അതിനെപ്പറ്റി. ഞാൻ ഇപ്പോൾ അധ്വാനിച്ച് എൻ്റെ പൈസ കൊണ്ട് വണ്ടി വാങ്ങി, പക്ഷെ എനിക്കത് ആദ്യത്തെ വണ്ടിയാണെന്ന്. ഇപ്പം എനിക്കൊരു വിൽക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ഞാൻ വിൽക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളവർ സാഹചര്യം വിൽക്കാതിരിക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഞാൻ എന്താ പറയുക, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു തോന്നൽ എനിക്കില്ല. ഇതും ഒരു തരത്തിൽ നൊസ്റ്റാൾജിയ ആണെന്നോ എനിക്ക് തോന്നുന്നുണ്ട്. അത് നൊസ്റ്റാൾജിയ ആണോ? അത് തോന്നുന്നില്ല. അപ്പം ഞാനതറിയാം, ഇങ്ങനത്തെ പൊതുവേ എനിക്ക് ഇങ്ങനത്തെ തോന്നലില്ല. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനത്തെ തോന്നലൊന്നും ഉണ്ടാവില്ല. മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതല്ല ഞാൻ ചിന്തിക്കുന്ന, ഇനിയിപ്പോ എനിക്ക് അതേപോലെ തോന്നാൻ ഞാൻ ഇതൊന്നും ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. വേറെ ഉദാഹരണം പറയാം. പൊന്നൻ നൊസ്റ്റാൾജിയ തോന്നുന്നുണ്ട്. പൊന്നൻ്റെ കൂട്ടുകാരെ എപ്പോൾ കണ്ടാലും പൊന്നൻ അവസാനം പറഞ്ഞു അവസാനം കാര്യം പറയാം, എടാ നമ്മുടെ +2 സമയം കൂട്ടുകാരെ കാണാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പലവട്ടം നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി അവിടെ പോകുമ്പോൾ അനുപേട്ടയൊക്കെ വരുമ്പോൾ നിങ്ങൾ സംസാരിച്ച് വന്നിട്ട് പഴയ കഥകളാണ് മൊത്തം പറയുക, അസംഷനിലെ കഥകളൊക്കെ. പൊന്നൻ എന്താ അവരെ കാണുമ്പോൾ നേരെ ആ കഥകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പൊന്നന് വേറെ പുതിയ കാര്യം സംസാരിച്ചാൽ പോരെ. പൊന്നൻ എങ്ങനെ സംസാരിച്ചെത്തിയാലും അത് സ്കൂളിലെ ഇതിലേക്ക് എത്തും, ഇടിച്ചു എത്തി. ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണുന്നു, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ കാണുന്നു, ഞങ്ങൾ സംസാരിച്ച് അവസാനം എത്തുമ്പോൾ സ്കൂളിലെ പഴയ അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതെന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. അപ്പം നൊസ്റ്റാൾജിയ ഇല്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്, നമ്മളത് അനുഭവിക്കുന്ന വേറെ തലത്തിലാണ്. അതൊരു വലിയ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് നീ പറഞ്ഞത്. ഞാൻ ഇതുവരെ അതിനെ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു.
ഞാൻ ചിന്തിച്ചെന്താ പറയുക, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു സ്ഥാനം കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതാ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഓരോ സാധനം ട്രിഗർ ചെയ്യുക, അങ്ങനെ ചിന്തിച്ചൂടെ? ഇപ്പൊ പൊന്നനൊരു കൂട്ടുകാരനെ കാണുമ്പോഴാണ് ആ സ്കൂൾ ജീവിതം ട്രിഗർ ചെയ്യുന്നതെങ്കിൽ, വേറൊരാൾക്ക് ചിലപ്പോൾ സ്കൂൾ കാണുമ്പോഴായിരിക്കും ട്രിഗർ ആവുക, ചിലർക്ക് സ്കൂൾ കുട്ടികളെ കാണുമ്പോഴായിരിക്കും ട്രിഗർ ആവുക. പക്ഷേ എന്നാലും അതല്ലേ പറഞ്ഞ കഥകളാണ്, നമ്മൾ ജീവിച്ച ആ കഥകൾ ഇതാക്കുന്നതല്ല, അതായത് പറഞ്ഞല്ലേ ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ ഇതാക്കുന്നത്. സന്തോഷത്തിന്റെ നിമിഷങ്ങളല്ലേ നിങ്ങൾ അതിനകത്ത് പറയുന്നത്. കൂട്ടുകാർ കൂടുമ്പോ ചിരിക്കുന്ന അത് പറഞ്ഞിട്ടല്ലേ. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ നടക്കുന്ന കാര്യം വെച്ച് ചിരിക്കാറുണ്ടോ? ആ തമാശയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പണ്ട് ലൈൻ അടിച്ചത് ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ സംസാരിക്കുന്നേ. ഇപ്പൊ ലൈൻ അടിക്കുന്ന കാര്യം പറഞ്ഞാലും ചിരിക്കും ഇല്ല. അതാ പറഞ്ഞേ, അതായത് നമ്മളാക്കി മാറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഓർമ്മകളും അനുഭവങ്ങളും. അതിനെ ഓർത്ത് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. നമ്മളാക്കി മാറ്റിയ സാധനം അത്. അതായത് എനിക്ക് മനസ്സിലായത് ഇപ്പൊ സ്കൂളിനോട് ഇപ്പൊ ആൾക്കാർക്ക് മറ്റേ എന്താ പറയാ, ഈ റീയൂണിയനും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതും ഇതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണല്ലേ. ആ നിമിഷം കഴിഞ്ഞു പോയ അവിടെ വന്ന് അവർ സംസാരിക്കുന്നത് എന്താ കോർ ഇതാണ്. അതല്ല ഞാനപ്പോ ചിന്തിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മൊത്തത്തിൽ ഞാൻ ആകെ മൊത്തം ഇങ്ങനെ എപ്പോഴും ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എനിക്ക് തോന്നാത്തതിനാൽ എനിക്ക് പൊതുവെ ഇങ്ങനത്തെ വികാരങ്ങൾ കുറവായിരുന്നുകൊണ്ടും, അപ്പൊ എനിക്ക് ഈ സാധനങ്ങളോടുള്ള പക്ഷെ എനിക്കിപ്പം മനസ്സിലായ ഒരു കാര്യം, ഇപ്പം നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ എന്താ പറഞ്ഞാൽ, ഞാൻ ആ സ്ഥലത്തെയോ ആ നിന്ന സാധനം അങ്ങനത്തെ ഒന്നുമല്ല, നമ്മൾ ആ കൂട്ടുകാരുമായിട്ടുള്ള നിമിഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കാണുന്നത്. അല്ലാണ്ട് ഞാൻ ആ കാണുന്ന സ്കൂളോ ഇതല്ല. ഞാൻ പറഞ്ഞില്ല, അതായത് ഇത് പൊന്നൻ ഇത് കുറവാണെന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇതുണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇത് എന്തിലാ ട്രിഗർ ആവുന്നെന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങളാണ് നൊസ്റ്റാൾജി തരുന്നത്. ഇപ്പൊ പൊന്നനെ ചിലപ്പോൾ മറ്റുള്ളവരെ പോലെ സ്കൂളിൽ നൊസ്റ്റാൾജി തരില്ല. അല്ലാതെ ഞാൻ പറഞ്ഞു, എനിക്ക് റീയൂണിയൻ ഇങ്ങനത്തെ എനിക്ക് ഒരു താല്പര്യമില്ല. സ്കൂളിന്റെ അകത്തുള്ള സ്റ്റാഫ് റൂം കാണുമ്പോഴേക്കും പൊന്നെ നൊസ്റ്റാൾജി വരും. കാരണം പൊന്നെ അവിടെ കുറെ കാലം ഞാനിപ്പോ അങ്ങനെ എന്തൊക്കെ മനസ്സിലായോ? അതല്ല ഇപ്പൊ ചിലപ്പോ എന്റെ ഒരു കൂട്ടുകാരന്റെ സ്കൂള് കാണുമ്പോഴായിരിക്കില്ല, പക്ഷെ ടീച്ചർമാർ സ്കൂട്ടർ കാണുമ്പോൾ, കാരണം അവൻ കാറ്റഴിച്ചിട്ടുണ്ട് എടുത്ത്, ഞാൻ ആരാന്ന് പറയത്തില്ല, അവൻ അത് കാണുമ്പോഴേക്കും നൊസ്റ്റാൾജി വരിക. മനസ്സിലായില്ലേ? ഞാനൊരു ദിവസം എൻ്റെ അസംഷൻ പള്ളിയിൽ പോയിട്ട്, ഞാനവിടെ നമ്മുടെ പഴയ സ്കൂൾ, ആകെ പഴയ ഒരു കെട്ടിടം മാത്രമേ ബാക്കിയുള്ളൂ. പഠിച്ച സ്കൂള് ക്ലാസ് ഒരു ക്ലാസ് ഉണ്ട്. ആദ്യം പഠിച്ച ക്ലാസ്സിൻ്റെ പകുതി കെട്ടിടം മുറിച്ചിട്ടാണ് ഇപ്പോൾ പള്ളി കൊണ്ടിരിക്കുന്നത്. ഒരു ക്ലാസ് അവിടെ ഉണ്ട്, ഒരു ക്ലാസ് 8ാം ക്ലാസ് പഠിച്ചതുണ്ട്, 10ാം ക്ലാസ് പഠിച്ചത്, 9ാം ക്ലാസ് എവിടെ പഠിച്ചു, 9ാം ക്ലാസ് പഠിച്ചതുണ്ട് അവിടെ. പക്ഷെ ഞാൻ എന്നിട്ട് ആ ഒരു ദിവസം പള്ളി കഴിഞ്ഞിട്ട് അന്ന് അമ്മേൻ്റെ കൂടെ എങ്ങാണ്ട് പള്ളിയിൽ പോയിട്ട് ഞാൻ അതിൽ കൂടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് പഠിച്ചതൊക്കെ ഓർമ്മയില്ല എന്നല്ല, സ്കൂളിൽ പഠിച്ചത് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ഉള്ളിലൊരുത്തൊന്നും കിട്ടുന്നില്ല. ആകെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തത് നമ്മുടെ ആദ്യമായിട്ട് പ്രണയിച്ചു പറഞ്ഞേ, അത് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ അവിടെ പോയിട്ട്. ഇതാണ് അടുത്തത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഒരു ഉള്ളിൽ ഒരു ഉൾപ്പുളക എനിക്ക് വന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഓർമ്മകൾക്ക് വികാരത്തിന്റെ ഒരു ഫാക്ടറും കൂടെ കൊടുക്കുമ്പോഴാണ് നൊസ്റ്റാൾജിയ മാറുന്നത് തോന്നുന്നത്. അവിടെയും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ റെഗുലറായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, നമുക്ക് അതിനോടുള്ള താല്പര്യം ഇല്ലാണ്ടാവും. ഇപ്പം നമ്മുടെ സ്കൂള്, നമ്മൾ പഠിച്ച സ്കൂളാണ്, എപ്പോഴും നമ്മൾ കാണുമ്പോൾ അതിൽ രസമില്ല, അതിൽ പിന്നെ നമുക്ക് ആ ഒരു ഇതൊന്നും ഇല്ല, പിന്നെ നമുക്ക് വരത്തില്ല. അതുമല്ല ഇത് തന്നെ, ഈ അമ്മ എപ്പോഴും മറ്റേ ഇതിൻ്റെ കാര്യമൊക്കെ പറയില്ല, അവിടെ നിന്ന് ആദ്യം പിടിച്ച അതാണ് ഇതാന്ന്. എനിക്കെന്താ അറിയില്ല, ഞാനിപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ പോരാറില്ല. എനിക്കിവിടെ പോയി പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. എനിക്ക് ആ സ്കൂളിൽ ഞാൻ പഠിച്ചു വന്ന എനിക്ക് ഒരു ഇതുമില്ല. എനിക്ക് അതിനോട് അങ്ങനത്തെ ഒരു ആത്മബന്ധവും തോന്നാറില്ല. ഈ പറയുന്ന ഈ നമുക്ക് ചിലർക്ക് ഒരു അഭിമാനവും ഇതൊക്കെയാണ്. ഞാൻ പഠിച്ച ഒരു വിദ്യാലയത്തോട് എനിക്ക് അത്ര വലിയ ആത്മബന്ധം തോന്നിയിട്ടില്ല. എനിക്കറിയത്തില്ല. പക്ഷെ ചില സമയത്ത് ഓർമ്മകളുണ്ടാവും, പക്ഷെ എനിക്ക് അതിനോടൊരു ആത്മബന്ധമില്ല. ഇതാ ഞാൻ പറഞ്ഞേ, ഓർമ്മകളിൽ എനിക്ക് തോന്നുന്നു വികാരം കയറിയ ഒരു സാധനമാണ് നൊസ്റ്റാൾജിയ എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ച് തന്നപ്പോ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്, അത് മെമ്മറീസ് ആണ്, അതിലൊരു ഇമോഷന്റെ ഫാക്ടർ ഇല്ല. പക്ഷെ അതിലേക്ക് ഇമോഷൻ കയറുമ്പോഴാണ് എനിക്ക് നൊസ്റ്റാൾജി ആയിട്ട് മാറുന്നത് അല്ലേ. പക്ഷെ അതാണ് ഞാനിപ്പോ അതിൽ വികാരം വരുമ്പോഴല്ലേ നമ്മൾ അതിന് മിസ് ചെയ്യുന്നത്. വികാരത്തിന്റെ ഒരു ഫാക്ടർ വരുമ്പോഴല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളും തോന്നാറില്ല. ഇപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്ക് കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് കിടന്ന ചിരിച്ചും കളിച്ച് നടന്ന ഓർമ്മകളെ മാത്രമാണ് നുണയുന്നുള്ളൂ. അല്ല, എല്ലാവരും ഒരു ഓർമ്മകളെ അല്ലേ നുണയുന്നത് നൊസ്റ്റാൾജിയയില്. അതിൽ തന്നെ കൃത്യമായിട്ട് ബിറ്റർ സ്വീറ്റ് മെമ്മറീസ് ആണ്.
അതായിരിക്കണം. അപ്പൊ ഞാൻ വില കൊടുത്ത സംഭവങ്ങൾ വേറെയാണ്. ഞാൻ പറഞ്ഞില്ല, അതാണ് നമ്മൾ ഓരോരുത്തർക്കും ഇതാവുന്ന നൊസ്റ്റാൾജിയ സാധനം വ്യത്യാസമായിരിക്കും. ഇതൊന്നും അല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം, ഞാൻ പൊന്നെ ചോദ്യം ചോദിച്ചപ്പോൾ എന്റെ മൈൻഡിലേക്ക് ആദ്യം കടന്നു വന്ന ചോദ്യം ഇതാണ്. ശരിക്കും നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമ്മളിപ്പോഴും യൂത്ത് ആയിട്ടുള്ളൊരു 30 വയസ്സ് പോലും നമുക്കൊന്നും ആയിട്ടില്ല. ഈ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നേണ്ട ഒരു സാധനമാണോ നൊസ്റ്റാൾജിയ? അതോ നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മുടെ ഓട്ടം എല്ലാം തികച്ച് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെല്ലാം ഇതായി എല്ലാം കഴിഞ്ഞ അവസാനം നമ്മുടെ എൻഡില് അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആ ഒരു നോട്ടാണോ നൊസ്റ്റാൾജിയ? അതായത് ഈ ഒരു പ്രായത്തിൽ നിന്ന് ഇപ്പൊ ചെറിയ പിള്ളേരെ സംബന്ധിച്ചുള്ള അവർക്ക് തോന്നുന്നത് അവരുടെ ജീവിതാനുഭവങ്ങൾ കുറവാണ്, ജീവിതം ജീവിച്ചത് കുറവാണ്, അപ്പൊ എന്താ പറയുക അനുഭവങ്ങൾ കുറവാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓർമ്മകളും അനുഭവങ്ങളും എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരിക്കും ഏറ്റവും വലിയ സംഭവങ്ങൾ. അപ്പം അവർ അത് തോന്നും. കുറച്ചുകൂടെ പ്രായം നമ്മൾ ജോലിയൊക്കെ കിട്ടി ഒരു രീതിയിൽ കുറേ കാലം ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഓർമ്മകൾ, അതായത് ഇതിൻ്റെ കുറച്ച് വില കുറയാൻ തുടങ്ങും. പുതിയ അനുഭവങ്ങളും ഓർമ്മകളും അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നെ കുറച്ച് നേരം കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ഒരു കുടുംബജീവിതവും ഫാമിലിയൊക്കെ ആയിടുമ്പോൾ അപ്പോൾ നമ്മുടെ അതായത് എനിക്ക് നമ്മുടെ വില ഇത് കൂടുകയാണ്, അനുഭവ സമ്പത്ത് കൂടുന്നത്, നമ്മുടെ പുതിയ ഓർമ്മകൾ വരുന്നു. പൊന്നം പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ഓരോ ജീവിത തലത്തിൽ നമുക്ക് പ്രായം കൂടിക്കൂടി നമ്മുടെ നൊസ്റ്റാൾജിയും മെച്യൂറായി വരികയാണെന്നാണ് പൊന്നം പറയുന്നത്. അതായത് അപ്പൊ നമുക്ക് വില കൂടിയ അനുഭവങ്ങൾ വേറെ വരും. ഈ പറഞ്ഞ രീതിയിൽ ഓർക്കാനാണെങ്കിൽ ജീവിതത്തിൽ അനുഭവം എന്തായാലും കല്യാണം കഴിച്ചത് ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും വലിയൊരു അനുഭവമായിരിക്കണം. അതേപോലെ തന്നെ ഈ ജീവിതത്തിന്റെ ഡിവോഴ്സ് ആകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഭവമായിരിക്കും. ഇതെല്ലാം ജീവിതത്തിൽ വരുമ്പോഴേക്കും ഈ ഇപ്പോൾ ഡിവോഴ്സും ഒരു കല്യാണം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സ്കൂളിലെ ജീവിതം എനിക്ക് തോന്നുന്നു അതിന് കുറച്ചുകൂടെ വില കുറവായിരിക്കും, അത് മൂല്യം കുറവായിരിക്കണം. എനിക്ക് നേരെ തിരിച്ചാ തോന്നുന്നത്. അതല്ല, നമ്മുടെ ചെറുപ്രായത്തിലെ അനുഭവങ്ങൾക്കാണ് നമുക്ക് പ്രായം. അതെ, ഇതിന് വേറെ ഒരു കാര്യമുണ്ട്. ഈ പ്രായം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് തോന്നുന്നു എനിക്ക്. പ്രായം കൂടുമ്പോൾ ഇതിന് വില കൂടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പ്രായം കുറയുന്നില്ല എന്നുള്ള കാര്യമാണ്. ആ ഒരു ഘടകം കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഞാൻ പറഞ്ഞത്, അനുഭവങ്ങൾ കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനോട് വലിയ പ്രയോറിറ്റി കുറയും. പിന്നീട് നീ പറഞ്ഞത് ഇതിന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കേവായിരിക്കും. ഇങ്ങനെ ആദ്യം പൊങ്ങി വന്ന് ഏറ്റവും പീക്കിലെത്തി പിന്നെ താഴേക്ക് വരുന്തോറും പിന്നെ നമുക്ക് നമ്മുടെ ഇത് പ്രായം കൂടുന്തോറും നമ്മുടെ ഇതിന് വില കൂടി. അതായത് ഈ പഴയ കാര്യങ്ങൾക്ക് വില കൂടി ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തലും ഇങ്ങനത്തെ കേവായിരിക്കില്ല. അപ്പോൾ അതിന് ഞാൻ കാണിച്ചു തെറ്റിപ്പോയി. നേരെ കുത്തിയിട്ട് പിന്നെ ഇങ്ങനെ ശരിയായിരിക്കും. തുടക്കം തന്നെ കുത്തി അങ്ങ് കയറും. അങ്ങനെ ആവാൻ സാധ്യത. കാരണം വില കൂടണമെങ്കിൽ ഇത് പിന്നെ മുകളിലേക്ക് തന്നെ പൊങ്ങണ്ടേ. നമ്മൾ ഇതിൻ്റെ വാല്യൂ നോക്കുമ്പോഴേ പ്രായവും ഇതിന്റെ ഓർമ്മകളുടെ വിലയും വെച്ച് അപ്പൊ എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണെന്നറിയോ പറഞ്ഞേ, ഏജ് ഇങ്ങനെ കൂടുമ്പോ ഇത് നേരെ ഇങ്ങനെ വരണം. ചെറുപ്രായത്തിലുള്ളതിന്റെ വാല്യൂ കൂടുതൽ, പ്രായം കൂടി കൂടി വരുന്നതോറും അനുഭവങ്ങളുടെ വാല്യൂ കുറഞ്ഞു വരുന്നത്. അനുഭവങ്ങളുടെ അതല്ല ഞാൻ പറഞ്ഞത്. എന്താന്ന് പറഞ്ഞപ്പോ നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ പറഞ്ഞേ, ഇത് എന്തേലും ആവട്ടെ, ഇത് ഗ്രാഫ് വരയ്ക്കാൻ നിൽക്കണ്ട, ഗ്രാഫ് വരയ്ക്കാൻ തല ഇതായിപ്പോ. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പകുതി ജീവിതം ആ ഒരു വയസ്സായി കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രയോറിറ്റി ഇതെല്ലാം വെവ്വേറെ. അപ്പം നമുക്ക് ഓർമ്മകൾ നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്തോറും ആയിരിക്കും ഈ ചെറിയ ഓർമ്മകൾ നമ്മളെ ഏറ്റവും കൂടുതൽ. നമ്മളൊരു യൗവനം അല്ലെങ്കിൽ ഒരു മധ്യവയസ്കൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു പകുതി ആവാൻ തുടങ്ങി. അതായത് മധ്യവയസ്കന്റെ പുറകിൽ നിൽക്കുന്നത് എന്താ, അതിനെന്താ പറയാ, യുവത്വത്തിന്റെ നടുവിൽ, അതിന്റെ നടുവിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മധ്യവയസ്കന്റെ യുവത്വത്തിന് ഇടയിലില്ല. എന്നാൽ ഒരു 40 വയസ്സുള്ള യുവാക്കൾ അതിന്റെ ഇടയിൽ എന്താ പറയുക, നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഏകദേശം യൗവനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി വലിയ ചിന്തിക്കില്ല. നമ്മൾ ഇത് തിരിച്ചു കിട്ടില്ല എന്നുള്ള തോന്നൽ എന്നോട്ട് തുടങ്ങുന്നോ അപ്പം തൊട്ടായിരിക്കും ഈ പഴയ ഓർമ്മകൾക്ക് വില കൂടാൻ തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ പ്രായം ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ കല്യാണം കഴിച്ച് ഡിവോഴ്സായ കാര്യമൊന്നും അതിന് വില കുറയായിരിക്കും. കാരണം അനുഭവ സമ്പത്ത് കൂടി ഇതൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ തോന്നുന്ന മുഴുവൻ ഈ ചെറു പ്രായത്തിൽ ഉള്ള അനുഭവം ആയിരിക്കണം. എനിക്ക് തോന്നുന്ന കാര്യം എന്താ അറിയോ, ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പോൾ വാർദ്ധക്യത്തിലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓർമ്മകൾ മാത്രം വെച്ചോണ്ടിരിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, വേറെ കാര്യം പറഞ്ഞേ, എനിക്ക് തോന്നുന്നു ഇവിടെ ഭൂരിപക്ഷം പേരുകൾ നൊസ്റ്റു എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനം വെറും തോന്നല്ല, ഓർമ്മകളാണ്. അതിലൊരു ഇമോഷണൽ ഫാക്ടർ ഇല്ല. ഇപ്പൊ ഈ സ്കൂള് കാണുമ്പോൾ നൊസ്റ്റു വരുന്നു എന്ന് പറയുന്നത്, നൊസ്റ്റാൾജിയ വരുന്നു എന്ന് പറയുന്നവര് അതിലെന്ത്
അതെ സ്കൂളിൽ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പക്ഷെ ഇങ്ങനെ പറയാ, സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ച് കണ്ടിട്ട് ഈ ബെഞ്ചിലാണ് ഞാൻ മൂത്രം ഒഴിച്ചത്, എനിക്ക് അത് നൊസ്റ്റാൾജിയ. ആ ഒരു അനുഭവം, ആ ഒരു അങ്ങനെ ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ കൂട്ടുകാരല്ല, ഞാൻ പറഞ്ഞതാ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഒരു പിൻ പോയിന്റ് ചെയ്തൊരു കാര്യത്തെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ല എനിക്ക് തോന്നുന്ന അറിയാം. ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് ബെഞ്ചിൽ കോറിയിട്ട അതെ അങ്ങനെ നമ്മുടെ പേരോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ പേരോ ഒരു 30 വർഷത്തിന് ശേഷം കാണുമ്പോ അതാണ് ഏറ്റവും നല്ല ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള. അതെ, എനിക്കിപ്പോ നമ്മുടെ അമ്മേനെ ഇങ്ങനെ കളിയാക്കുന്ന ഇഷ്ടം. എന്തായാലും പറയാം, അമ്മ എപ്പോഴും പറയുമല്ലോ ഓരോ സാധനം പറയുമ്പോ അമ്മ പറയുന്ന സംഭവം അല്ല, ഓർമ്മകൾ മാത്രം. അമ്മക്ക് സത്യം പറയാം എന്താന്ന് മനസ്സിലായിട്ടില്ല. അതെ, അവരമ്മമാര് കാരണവന്മാര് അവര് ഇത് വലിയ അവരുടെ മൈൻഡിൽ അതായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ നമ്മൾ സംസാരിച്ചു നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ ഡീപ്പായിട്ട്, അതെല്ലാം ഒരു ഓർമ്മകളാണ്. അത് നൊസ്റ്റാൾജിയ അല്ല. നൊസ്റ്റാൾജിയയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇമോഷണൽ ഫാക്ടർ വേണം. അതെ, നമ്മളെ ഓർമ്മപ്പെടുന്ന ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ വിഷമത്തിന്റെ ഒരു ഇത്. അതെ, എനിക്ക് തോന്നുന്നത് അതാണ് ഇരിക്കണം. ഞാൻ ഈ പറഞ്ഞ വിദ്യാലയങ്ങളോ അല്ലെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇത് തോന്നാത്തതിന് കാരണം. പിന്നെ അത് പൊന്നന്റെ ഞാൻ വണ്ടിയുടെ കാര്യം ആലോചിച്ചപ്പോഴാ എനിക്ക് ആ വണ്ടി വണ്ടി വാങ്ങിയതിലൂടെ ഞാൻ അഭിമാനിക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം എന്താ പറയുക, ഞാൻ എന്റെ പൈസക്ക് വാങ്ങിയെന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും. അതായത് ഇതാണ് പൊന്നനാ ചിലപ്പോ ആ വണ്ടീനെ കാണുമ്പോൾ പൊന്നന് വരുന്ന നൊസ്റ്റാൾജിയ അതായിരിക്കും ആയിരിക്കണം. ഞാൻ ആദ്യമായിട്ട് എന്റെ പൈസക്ക് അധ്വാനിച്ച് വാങ്ങിച്ചൊരു വാഹനമാണ്, അതായിരിക്കും പൊന്നെ നൊസ്റ്റാൾജിയ. പൊന്നത് ഡെലിവറി എടുത്തായിരിക്കും. എനിക്ക് അതൊന്നും ഓർമ്മയേ ഇല്ല. ഓരോരുത്തർക്കും ഓരോന്ന നൊസ്റ്റാൾജിയ, ഓരോരുത്തർക്കും ഓരോ. എനിക്ക് തോന്നുന്നത് ഈ നൊസ്റ്റാൾജിയ എന്നുള്ള വാക്ക് തന്നെ ഇതിങ്ങനെ ആൾക്കാർ ഉപയോഗിച്ച് അതിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ജനറലൈസ് ചെയ്ത് കളഞ്ഞു. ഇതിന് വേറെ, അതായത് അതിനെ നശിപ്പിച്ചു എന്നാണ്, അതിന്റെ മൂല്യം കളഞ്ഞു. അപ്പൊ ഇനി ഇതിന് ഇങ്ങനത്തെ ഓർമ്മകൾക്ക് വേറെ എന്തെങ്കിലും വാക്കുകൾ വേണ്ടി വരുമായിരിക്കും. ഇത്രയേ ഉള്ളൂ, മെമ്മറീസ് ആൻഡ് നൊസ്റ്റാൾജിയ. ബേസിക് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല മെമ്മറീസ് ആണ്. അതിൽ ഇമോഷണൽ ഒരു ഘടകം ഉണ്ടെങ്കിൽ മാത്രം അതിനെ നമ്മൾ മിസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പാട്ട് കേൾക്കുമ്പോൾ നെഞ്ച് അടിവയറ്റിലെ ഒരു വിങ്ങലുണ്ടല്ലോ, ആ വിങ്ങൽ പൊന്ന ആ കാലഘട്ടത്തെ മറക്കുന്നതിന്റെ ഇതാണെങ്കിലോ, ആ കാലഘട്ടം മിസ് ചെയ്യുന്നത് പൊന്നന്റെ ഉള്ളിൽ പറയാണ്ട് ചെയ്യുന്നതാണെങ്കിലോ. മിക്കവാറും ഇപ്പൊ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരന്മാരിരുന്ന് വർത്താനം പറയുമ്പോൾ അതിലേക്ക് പോകുന്നതിന് കാരണം എന്താ പറയുക, നമുക്ക് ഇനി ആ സമയം തിരിച്ചു കിട്ടൂല. നമ്മളിപ്പോ കോളേജിൽ പഠിച്ച സമയത്താണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് അവിടെ ചായ കുടിക്കാൻ പോയിരുന്നതും, അവിടെ പോയിരുന്നത് വെള്ളം കുടിക്കാൻ പോയിരുന്നതും, ഇങ്ങനത്തെ പരിപാടിയിൽ സ്കൂളിലാണെങ്കിലും ഇതേപോലെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയതും, അതേപോലെ ആദ്യമായിട്ട് ഇഷ്ടം പറയാൻ പോയതും, ഇങ്ങനത്തെ ഓർമ്മകൾ, അതിന് തള്ളിവിട്ടതും, ഈ കാര്യങ്ങളും ലവ് ലെറ്റർ എഴുതിയത്, ഈ കാര്യങ്ങളൊക്കെ ഓർക്കും. ഇനി ഒരു കാര്യത്തിൽ ഇതൊക്കെ ചെയ്യാം, പക്ഷെ ഇതൊന്നും തിരിച്ചു കിട്ടൂല. ആ ഒരു സമയം നമുക്ക് തിരിച്ചു കിട്ടൂല. ഏത് നമ്മൾ അതായത് ബാല്യത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ പോയിന്റിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ എന്താന്ന് പറയാ, നമുക്ക് അനുഭവങ്ങളില്ല, പക്ഷെ നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയമാണത് ജീവിതത്തില്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 5ാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ അതൊക്കെ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണം. കൂട്ടുകൂടി പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് അതുകൊണ്ടായിരിക്കും എല്ലാവരും അതിലേക്ക്, ഈ സ്കൂൾ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് എടുത്തു പോകുന്നതിന് കാരണം. അതിനിപ്പോൾ നമുക്ക് എത്ര ഇതാക്കിയാലും പിന്നെ കള്ളു കുടിക്കുന്നത് നമുക്ക് കള്ളു കുടിക്കാം, പക്ഷെ എന്താ പറയുക ആ ഒരു ഇത് കിട്ടൂല. ഏത് അന്ന് കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത പൈസ പിരിച്ചിരുന്ന് പോയതും, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ മറ്റേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിരിവിട്ട് പോയി ഭക്ഷണം ഇരുന്ന് കഴിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും വലുത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും കൈയിട്ട് വരുത്തുന്നതും. ഇപ്പം നമുക്ക് ഏത് ഹോട്ടലിൽ പോയിട്ട് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, പക്ഷേ ഈ വരുന്ന എല്ലാ ആൾക്കാരുടെയും പാത്രത്തിൽ കൈയിട്ട് വരി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു രസം അത് പിന്നെ കിട്ടൂല. അതായത് എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിലും കൂടുതൽ നൊസ്റ്റാൾജിയ ഉള്ളത് നമ്മുടെ കാരണവന്മാർക്കായിരിക്കണം. അതാണ് നേരത്തെ പ്രായത്തിന്റെ ഒരു കാര്യം. പ്രായം മാത്രമല്ല, എനിക്ക് തോന്നുന്നു നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനം ഇമോഷണൽ ഫാക്ടറാണ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാവും ജീവിതത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടവർക്കാണ് എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു വിഷമം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ഫീല് കൊണ്ടുവരാൻ പറ്റും അനുഭവങ്ങളിൽ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കാരണവന്മാർ അവർ ഭൂരിപക്ഷം പേര് നമ്മളെല്ലാം നന്നായി എല്ലാവരുടെയും കാരണവന്മാർ കഷ്ടപ്പെട്ട് വന്നാ, അവർ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നമ്മളൊക്കെ സുഖമായിട്ട് കഴിക്കുന്നത്. അപ്പൊ അവരുടെ അനുഭവങ്ങളിൽ കൂടുതലും അവർക്ക് നൊസ്റ്റാൾജിയ തന്നെയായിരിക്കും. കാരണം അതിലൊരു ഇമോഷണൽ ഫാക്ടർ ഉണ്ട് അവരുടെ അനുഭവങ്ങളിലെല്ലാം. നമ്മുടെ പിന്നെ അതല്ല ഈ പൊന്നൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ
പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അതെ, അതിൽ എല്ലാവരും അതാ ഞാൻ പറയാൻ വേണ്ടിയത്. ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത പണമില്ലായ്മ എന്ന് പറഞ്ഞ ഒരു വലിയ ഘടകമാണ് ഇതിനകത്ത്. പിന്നെ ഈ ഓർമ്മകൾക്ക് മധുരം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും എത്ര സമ്പന്നരുടെ മക്കളാണെങ്കിലും ഒരു പരിധി വരെ ദരിദ്രരാണ്. കാരണം അപ്പന്റെ അമ്മയുടെ അടിയിലാണ് ജീവിക്കുന്നത്. അതിന്റെ ഒരു അലവൻസ് കിട്ടാനൊക്കെ മെനക്കേടാണ്. ഭൂരിപക്ഷം കിട്ടത്തില്ല, തരത്തൊന്നുമില്ല. കാരണം പിള്ളേരായതുകൊണ്ട് വിശ്വസിച്ച് കൊടുക്കൂല. അപ്പോൾ ഈ അനുഭവം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഭൂരിപക്ഷം പേർക്ക് ഉണ്ടാവും, അനുഭവിക്കാനുണ്ടാവും. ഉള്ള പൈസയിൽ എങ്ങനെ സാധനങ്ങൾ ഇതാക്കാം, മുട്ടായി കാര്യങ്ങള് ആ അനുഭവം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്കൂൾ ജീവിതം എല്ലാവർക്കും ഒരേപോലെ മധുരകരമായിട്ട് മാറുന്നതിന്റെ ഒരു ഇത് ആയിരിക്കണം. അതൊരു കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നമ്മളിങ്ങനെ നമ്മൾ ജീവിതത്തിലൊരു വല്ലാത്തൊരു തിരിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മൾ പല തലത്തു നിന്ന് ആൾക്കാർ പല രീതിയിൽ ഒരുമിച്ച് അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ കൂട്ടത്തെ കണ്ടുപിടിക്കുന്നത് സ്കൂളിൽ നിന്നാണല്ലോ. നമ്മുടെ കൂട്ടം മാത്രമല്ല, നമ്മൾ ആരാണെന്നുള്ളതിന്റെ അടിസ്ഥാനം ഇടുന്നത് തന്നെ സ്കൂളിൽ. അതെ, നമ്മുടെ ഒരു അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം അവിടെ നിന്നാണ്. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ഇതാക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് അവിടെ നിന്നാണ്, സ്കൂളിൽ നിന്നാണ് ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എന്തോ പറയാൻ വേണ്ടി വന്നായിരുന്നു ഇതിനോട് എന്തോന്ന് പറയാൻ വേണ്ടി വന്നായിരുന്നു. വീട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണെന്നറിയാം, ഇതേക്ക് സംഭവം തന്നെ. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടുതൽ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് സ്കൂൾ ജീവിതമാണ്. കാരണം ചിലപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് വന്നോ ഇതൊന്നും ഇവർക്ക് അത്രയും കൂടെ ഓർക്കാൻ മാത്രമല്ല. അതല്ല ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ആ കാര്യമാണ്. ഇവർക്ക് ഇനി ആ സമയം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ആ സമയം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ അച്ചാച്ചനും അമ്മയ്ക്ക് ഒരു കപ്പ കാണുമ്പോൾ അല്ലെങ്കിൽ ചക്ക കാണുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടില്ലേ, അവർക്കെല്ലാം ഒരു കഥയുണ്ട് പറയാൻ. അതിന്റെ പുറത്ത് കറക്റ്റ് പിൻ പോയിന്റ്. അതായത് അവർക്കൊരു കാലം കഴിഞ്ഞ വേറൊന്നുമില്ല. അവരുടെ ഒരു പ്ലാവുണ്ട്, അതിൽ നിറയെ ചക്ക വെട്ടുക, എല്ലാം. ഇതൊരു വലിയ കാര്യം. ദാരിദ്ര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ദാരിദ്ര്യത്തിൽ നിന്ന് വിജയിച്ചു വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ദാരിദ്ര്യം എപ്പോഴും ആ സമയത്ത് പിന്നീട് ആലോചിക്കുമ്പോൾ അത് എപ്പോഴും നല്ലൊരു തമാശയുള്ളൊരു കാര്യമായിട്ടാണ്. മറ്റേ ചാർലി ചാപ്ലിൻ്റെ ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? ഇതേപോലെ മറ്റേ നമ്മളെ ജീവിതം ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാജഡി ആയിരിക്കും, പക്ഷെ പുറകോട്ട് നോക്കി കുറച്ച് പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. അല്ല, നമ്മൾ പണ്ടിട്ട് സംസാരിച്ച് ഞാൻ പറയാം, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അതായത് മറ്റൊരാളുടെ സങ്കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമമാണ് നമുക്ക് കോമഡി ആയിട്ട് തോന്നുക. എങ്ങനെ ആലോചിച്ചാലും അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ അത് ഭയങ്കര ഫിലോസഫിക്കലായിട്ട് നമ്മൾ പോകേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു വന്നു ചാർലി ചാപ്ലിന്റെ കാര്യം പറയാൻ. നീ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ദാരിദ്ര്യം കഴിയുമ്പോൾ പിന്നീട് ചിന്തിക്കുമ്പോൾ അത് തമാശയായിട്ട് തീരും. അത് ഒരുമിച്ച് അനുഭവിക്കാൻ ചുറ്റും ആൾക്കാരുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഈ നൊസ്റ്റാൾജിയുടെ ഒക്കെ ഒരു ഭാഗമായിരിക്കും. അതെ, അച്ചാച്ചനും അപ്പച്ചനും അല്ലെങ്കിൽ പാപ്പനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവര് പണ്ട് മറ്റേ മഴയത്ത് പോയിട്ട് രാത്രി 1 മണിക്ക് വെച്ചിട്ട് കപ്പ ഉണ്ടാക്കി കഴിച്ചാൽ ചക്ക വെട്ടി തിന്നതും പായസം ഉണ്ടാക്കിയതും പിടിക്കാൻ പോയതും. അതെ, അതൊക്കെ ഒരു കാര്യമാണ്. നീ ഇന്ന് തവളെ പിടിക്കാൻ പോയിട്ടില്ല അല്ലേ? ജീവിതത്തിലില്ല. തവളെ പിടിക്കുമ്പോൾ നല്ല രസമല്ലോ. ഞാൻ 1-2 വട്ടം പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് അതിനുള്ള അവസരം കിട്ടി. ഞാൻ പറഞ്ഞതാ, അതൊക്കെ ശരി, അതൊക്കെ നൊസ്റ്റാൾജിയ. കാരണം പട്ടിണി എന്നുള്ള ഒരു വലിയ ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഘടകം അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ. കാരണം അതൊക്കെ നൊസ്റ്റാൾജിയ അവർക്ക് വരണമെങ്കിൽ ആ രീതിയിലുള്ള സംഭവം കാണണം. അതപ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. അന്നത്തെ കാലത്തെ അവർ ചിരിയും കളി ദാരിദ്ര്യത്തെ മറന്ന്, അതായത് അതിനെ മറക്കാനാണ് ഈ ആശയമുള്ളത്. അതെ. അപ്പം അത് കുറേ കാലം കഴിഞ്ഞൊരു 10-30 വർഷം കഴിഞ്ഞിട്ട് അതിന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അതിലേറെ തമാശയായിട്ട് മാറുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പെട്ടെന്നൊരു മൈൻഡിൽ വന്നതാണ് ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നതിൻ്റെ. ഇത് നേരത്തെ നമ്മൾ വായിച്ചത് നമ്മുടെ ബിറ്റർ സ്വീറ്റ് മെമ്മറീസിൻ്റെ ഒരു മിസ്സിങ് ഔട്ടാണ്. അപ്പം ഞാൻ ഞാൻ കുറച്ചും കൂടെ ചിന്തിച്ചപ്പോൾ ഈ നമ്മൾ നൊസ്റ്റാൾജിയ ആയിട്ട് പറയുന്ന സംഭവം മൊത്തം നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം തരുന്ന സ്വീറ്റ് ആയിട്ട് വരുന്ന ഓർമ്മകളാണ്. സങ്കടം തരണം, സ്വീറ്റ് ആയിട്ടുള്ള മിസ് ചെയ്യുന്ന മെമ്മറികളാണ്. എന്നാൽ ഞാൻ നമുക്ക് വിഷമം തരുന്ന അനുഭവങ്ങൾ, ഓർമ്മകൾ, അതായത് വിഷമം ഉണ്ടാക്കുന്ന ഓർമ്മകളാണോ നമ്മുടെ ട്രോമ എന്ന് പറയുന്നത്? ഇപ്പൊ ചിന്തിച്ചതേ, ഈ അടുത്ത് കുറച്ചായിട്ടുള്ള ആ വാക്ക് ഭയങ്കര പ്രചാരത്തിലെത്തിയിട്ട് ഇന്നത്തെ കാലത്ത് വീണ്ടും ഉപയോഗിച്ച് നശിപ്പിച്ചൊരു വാക്കാണ് ഈ ട്രോമ എന്ന് പറഞ്ഞാൽ. ആൾക്കാർ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എല്ലാം ട്രോമയാണ്. ട്രോമ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
നമുക്ക് അവിടെ ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഈ ട്രോമ ശരിക്കും ഉണ്ടാവുന്ന ആൾക്കാർ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആരുടെയും മരണം നേരിട്ട് കാണുന്നു അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന പറയുമ്പോൾ അങ്ങനെ മരിച്ചതല്ല, സാധാ മരണമല്ല, ഈ മറ്റേ ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ട്രോമ എന്ന് പറയുന്നത്. നമുക്ക് അത് നമ്മുടെ മാനസിക നില തെറ്റുന്നതിന് വക്കിലെത്തുന്ന ഒരു അവസ്ഥയാണ്, നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റാത്തത്, മനസ്സിലായി? അല്ലെങ്കിൽ കുടുംബത്തിലല്ലാണ്ട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെയാണ് ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് പിള്ളേർ ആവശ്യമില്ലാണ്ട് ആരെയും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ട്രോമ, മറ്റേ മന്തിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ട്രോമ, സ്കൂളിൽ ടീച്ചർ പറഞ്ഞ ട്രോമ, ചെറിയ ചെറിയ ട്രോമ, അതായത് അവരുടെ തോന്നലുകൾ എല്ലാവരും ട്രോമയാക്കി മാറ്റി. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് നമുക്ക് ഉള്ള രണ്ടും ഓർമ്മകളാണ്, നമ്മൾ അതായത് ഇതായിരുന്ന ഓർമ്മകളാണ്. അപ്പോൾ ഈ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളെ നമുക്ക് നൊസ്റ്റാൾജിയ എന്നും നമ്മളെ ദുഃഖിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളെ ട്രോമ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ശരിയായിരിക്കും? ഇല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല. കാരണം ആ ട്രോമ ഉണ്ടാവുന്ന അതേപോലത്തെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അതേപോലത്തെ അവസ്ഥയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ വരൂ. നമുക്ക് ഓർമ്മകൾ ഇപ്പോൾ നമ്മൾ ദാരിദ്ര്യം പിടിച്ച് ഇതായിട്ടിരിക്കുക, പക്ഷെ നമ്മുടെ എല്ലാ ചുറ്റുവട്ടത്തെ എല്ലാവരും അതാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് മുന്നേറുന്നുണ്ടെങ്കിൽ അതൊരു ട്രോമയായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ വേണ്ട. ഇപ്പൊ നമ്മുടെ സഹോദരൻ എന്നാല് നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മരിച്ചു ചെറുപ്പത്തിൽ നിന്ന്, നമ്മുടെ ഒരു വിഷമമായിട്ടുള്ളൊരു ഓർമ്മയാണത് നമ്മുടെ മനസ്സിലുള്ള. അത് ഒരു ഭാവിയിൽ പിന്നെ ആലോചിക്കുമ്പോൾ അതൊരു ട്രോമയാണോ? ശരി, അത് ട്രോമ. അതിപ്പോൾ ആലോചിച്ച് വിഷമിക്കുകയാണെങ്കിൽ അത് ട്രോമയാണോ? അത് ട്രോമയല്ല, അത് കണ്ടു നിന്നത് ആ സംഭവമാണ് ട്രോമ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സംഭവത്തിന് എന്താ പറയാൻ പറ്റുക? ആ ഓർമ്മ അത് ഞാൻ മനസ്സിലാക്കുന്ന അതൊരു ഒരു ദുഷിച്ചൊരു ഓർമ്മയാണത്. ദുഷിച്ചെന്ന് അതായത് ദുഃഖകരമായി നമ്മളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്ന. അതിനെന്തെങ്കിലും പേരിടാൻ പറ്റും? നൊസ്റ്റാൾജി പോലെ പേരിടാൻ എനിക്കറിയില്ല, വേറെ വാക്കുകളുണ്ട്. പക്ഷെ അത് ആ കണ്ടു നിന്ന സംഭവം ട്രോമയായിട്ട്, അതാണ് ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വെച്ചോണ്ട് കിടക്കുന്നത് പിന്നീട് ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡിപ്രഷനൊക്കെ നടക്കുന്നത്, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഒരു ഫീലിംഗ് അല്ല, ഒരു അസുഖമല്ലേ, ഒരു അവസ്ഥയല്ലേ അത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ അത് ഓർത്തു വീണ്ടും നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരണം. വിഷമം വന്നില്ലെങ്കിൽ നമ്മൾ സൈക്കോപാത്തുകളായി മാറില്ല. പക്ഷെ അതിന് വേറെ വാക്കുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ട്രോമയാന്ന് തോന്നുന്നില്ല. അത് വീണ്ടും വീണ്ടും നമ്മൾ ചുവന്നുകൊണ്ട് കിടക്കുന്നത് അത് വേറെന്തോ വിഷയമുള്ളതുകൊണ്ടാണ്. ആ കണ്ടു നിന്ന സംഭവം ആണ് ട്രോമ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം വീണ്ടും പറയുക. നമ്മൾ മനുഷ്യര് ഭൂരിപക്ഷം നമ്മുടെ മെമ്മറീസാണ്. എല്ലാത്തിനെയും നമ്മൾ അലങ്കാരപ്പദമായിട്ട് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശരിക്കും നൊസ്റ്റാൾജിയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ എല്ലാ മനുഷ്യരും കുറച്ച് നൊസ്റ്റാൾജികളെ ഉണ്ടാവത്തുള്ളൂ, ഉണ്ടാവാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ തൊട്ടവും പിടിച്ച എല്ലാ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡ്രീമുകളിൽ യൂണിക്കോൺ ആയിരിക്കുന്ന ഡ്രീമുകളാണ്, അല്ല ബൈക്ക് യൂണിക്കോൺ അല്ല. അതായത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർമ്മയ്ക്ക് നൊസ്റ്റാൾജിയ. ഇതേപോലെ മധുരം ആയ സങ്കടം, നമ്മളതിനെ ഇതിന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ ഇതെന്താ, ആ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ നെഞ്ചിന്റെ ഇവിടെ ഒരു പെടപ്പല്ല ഒരു കല്ല് കയറ്റി വെച്ച അവസ്ഥ വരുന്ന ഓടുന്നുണ്ടോ, അതാണ് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓരോരുത്തർക്കും ഓരോ തലത്തിലാണത് ആ ഓർമ്മകളുള്ളത് ഓരോ തലത്തിലാണ്. അതേപോലെ അങ്ങനത്തെ ഓർമ്മകൾ നമുക്ക് വളരെ കുറവായിരിക്കും. അതെ, വിരലെണ്ണാവുന്ന ഓർമ്മകളോ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ നമ്മളോട് അനുഭവിച്ച ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് അത് പറഞ്ഞു ചിരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുമിച്ച് ദാരിദ്ര്യത്തിൽ മുന്നേറി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ ഓർത്ത് ചിരിക്കാനായിട്ട് ഓർത്ത് ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സങ്കടമോ കരച്ചിലോ അന്ന് പട്ടിണി കിടന്നോ ഒന്നും ഓർക്കൂല, അന്ന് കരഞ്ഞ ഒന്നും ഓർക്കൂല. അന്ന് അവര് ആ ഇത് എങ്ങനെ കടന്നു അന്നത്തെ തമാശ ഇത് മാത്രം. സ്കൂളിൽ പഠിക്കുമ്പോ വട്ടപൂജയും കിട്ടിയവന് കൊറേ കാലം കഴിയുമ്പോ കൂട്ടുകാരെ കാണുമ്പോ പറയും ചിരിയാ വരും. ആ സമയത്ത് വിഷമാണെങ്കിലും പിന്നെ അതെ എന്റെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ച സമയത്ത് ജസ്റ്റ് അതായത് ഇവിടെ അല്ല കേട്ടോ, മറ്റേ +1 +2 ഇവിടെ ജസ്റ്റ് പാസ്സായി അങ്ങനെ വന്ന സമയത്ത് നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു മാർക്ക് കൂടുതലിട്ട് ഇടിയാണ്. അത് ഓരോരുത്തർ വേറെ ബാക്കിയുള്ള പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 98 കിട്ടിക്കഴിഞ്ഞാൽ കരച്ചിലാണ്, 100 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ജസ്റ്റ് പാസ്സായിട്ട് ഒരു മാർക്ക് കൂടുതലിട്ട് പിന്നെ പിടിച്ച് ഏതൊരു വിഷയത്തിനല്ല മാർക്ക് പിടിച്ചിടിച്ച്. അത് ഏതനായിരുന്നു? അത് ഇന്ന് 10ൽ പഠിക്കുമ്പോഴാണ്. അല്ല, 10ൽ പഠിക്കുമ്പോ നല്ല മാർക്കോടെ അത് അമ്മമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ വന്നവന്മാർക്കെല്ലാം ജസ്റ്റ് A+ കുറവായിരുന്നു. എനിക്ക് കുറച്ച് അധികം A+ ഉണ്ടായിരുന്നു. അതിൽ അന്ന് റിസൾട്ട് വന്നു ഭിത്തിയിൽ കയറ്റി കുരിച്ചെടുത്ത് കൂമ്പിനിടിച്ച്
അതിന് പറഞ്ഞിട്ടല്ല, എൻ്റെ അടുത്തിരുന്നവന്മാരെല്ലാം പഠിക്കുന്നവന്മാരായിരുന്നു. എന്തോ ദൈവകൃപ കൊണ്ട് ഞാൻ എന്നിട്ട് രക്ഷപ്പെട്ട് കച്ചലായി പോയി. അതൊക്കെ ഒരു രസം. ഇപ്പം ആലോചിക്കുമ്പോൾ അതാണ് ഓരോരോ ഓർമ്മകൾ, മധുരമുള്ള ഓർമ്മകളാണ് അതെല്ലാം. അതൊക്കെ പിന്നെ ഇതൊന്നും ഒരു കാര്യമില്ല. കരച്ചോ മാർക്കിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ ചിരിയാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഇതേപോലെ മാർക്ക് 24 മാർക്കല്ലേ 100 പാസ്സാകാൻ വേണ്ടേ. 24 മാർക്കിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് പിടിച്ചിടിയാണ്. 24 30 80 80 എന്താ അവളുടെ കിട്ടിക്കഴിഞ്ഞ് പിടിച്ചിടിയാണ്. അയ്യോ എന്നെ കളിയാക്കലും ചിരി. പക്ഷെ ഞങ്ങളോട് എന്തൊരു കളിച്ച എല്ലാവരും പാസ്സായി കേട്ടോ. എത്ര കളിച്ചിരുന്ന ആൾക്കാർ എല്ലാവരും പാസ്സായി എന്നുള്ള അതൊക്കെ ഒരു കാലം. അതെ, പ്രായം ചെല്ലുമ്പോൾ ഇതാണ് അതൊക്കെ ഒരു കാലം എന്നൊരു കാരണവന്മാർ. ഓക്കെ, അപ്പോൾ നൊസ്റ്റാൾജിയുടെ കാര്യം എന്തെങ്കിലും ഉണ്ടാവും? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. എനിക്ക് ഒരു തീരുമാനമായില്ലേ? അതെ, നമ്മള് പെട്ടെന്ന് പറഞ്ഞില്ല, ചിന്തിക്കാണ്ട് എടുത്തിട്ടൊരു ടോപ്പിക്കാണ്. പക്ഷെ നല്ല ഞാൻ പറഞ്ഞില്ല, നല്ല രസമായില്ലേ ഇത്? അതെ, നമ്മളെ തലച്ചോറ് പ്രവർത്തിക്കണം. അതെ, അതായത് എനിക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് പൊന്നി ചോദ്യം ചോദിച്ചപ്പോൾ ഇതായതാണ്. ശരിക്കും ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതാണ് നൊസ്റ്റാൾജിയ. പക്ഷെ അതിനൊരു ഉത്തരം കിട്ടി പറഞ്ഞപ്പോൾ അതാണ്. അതായത് നമ്മളുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ഓർമ്മകൾ നൊസ്റ്റാൾജികളുടെ മൂല്യം കൂടും, അതും മെച്ചുവർ. അപ്പൊ നമുക്ക് നീ പറഞ്ഞാൽ ഇപ്പൊ മരണക്കിടക്കയിൽ എത്തുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏതാണ്? ആ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതേപോലെ ഈ പല കാര്യങ്ങളും ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. അതെ, എല്ലാവർക്കും നൊസ്റ്റാൾജി ഉണ്ടാവും. അതെ, ഞാൻ ഇതിനകത്തൊന്നും മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല എന്നാണ്. പക്ഷെ ഇതാണ് എൻ്റെ തോന്നലുകൾ വേറെ, ഞാൻ അളക്കുന്ന എൻ്റെ അളവ് പോലും വേറെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ കാണുന്ന എല്ലാം നൊസ്റ്റാൾജി അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഓർമ്മകളും നൊസ്റ്റാൾജി രണ്ടാണ്. അതിന് രണ്ടിനും ഓർമ്മയ്ക്ക് ഒരു വികാരം എന്ന് പറയാൻ പറ്റുമോ? അത് തന്നെയാ. ആ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയ്ക്ക് സങ്കടവും സന്തോഷവും വികാരമാണെങ്കിലും കുഴപ്പമില്ല. ആ വികാരം കൊടുക്കുമ്പോഴാണ് അത് നൊസ്റ്റാൾജി ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അത് വേറൊരു ഓർമ്മ മാത്രം. അത് ഓർമ്മ മാത്രമാണ്. നമ്മളെ ഞാനിന്ന് നൊസ്റ്റാൾജി എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിന് രണ്ടിനും അതിൻ്റെതായ സ്ഥാനം കൊടുക്കുക. നിങ്ങളുടെ നൊസ്റ്റാൾജികളെ ഒരു സെക്കൻഡേ, എനിക്ക് ഒരു കാര്യം കൂടെ നോക്കാണ്ട്. നിങ്ങളുടെ ഓർമ്മകളെയും മനസ്സിൽ കൊണ്ടു നടന്ന് അതല്ല എന്താന്ന് പറയാ, ഇതാ ചെറിഷ് ചെയ്യുന്നതിന്റെ മലയാളം വാക്ക് എന്താണ്? ഗൃഹാതുരത്വം തന്നെ. ചെറിഷ് എന്തായിരിക്കും? എന്തായാലും നമുക്കൊന്ന് അതിനെ ആസ്വദിക്കുക എന്നാണോ? അതിനെ ആസ്വദിക്കുക. അതിന് കുറച്ചും കൂടെ നമ്മൾ അതിന് മൂല്യം കൂടുതൽ കൊടുക്കുമ്പോഴല്ലേ? അതെ, അതായത് കുറച്ചും കൂടെ നമ്മൾ ഒരു ആസ്വാദനല്ല, കുറച്ച് മലയാളമൊക്കെ വിട്ട് വേണല്ലോടാ നോക്കട്ടെ. അപ്പൊ പ്രിയമായി കരുതുക. അതിന് നോക്കട്ടെ, വേറെ ഉണ്ടാവും. ഒറ്റ വാക്കുണ്ടോ നോക്കാം നമുക്ക്. ഒന്ന് കണ്ടുപിടിക്കണം. ചെറിഷ് എന്തായാലും നിനക്ക് എന്തേലും ഉണ്ടോ? എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഹൃദയത്തിൽ കുടിവെക്കുക, നെഞ്ചേറ്റുക, നെഞ്ചിലേറ്റുക, ആരാധിക്കുക, അർച്ചിക്കുക. കുറെ ഉണ്ട്, വാക്കുകളുണ്ട്. നിങ്ങളുടെ അതെ, നമ്മുടെ വിലപ്പെട്ട ആ നൊസ്റ്റാൾജികളെ ഏറ്റവും കൂടുതൽ നെഞ്ചിൽ ചേർത്ത് വെക്കുക. എല്ലാ ഓർമ്മകളും നൊസ്റ്റാൾജി അല്ലാന്ന് മനസ്സിലാക്കുക. അതെ, എന്നിട്ട് ജീവിതം സന്തോഷമായിട്ട് ഇതാക്കുക, എൻജോയ് ചെയ്ത് ജീവിക്കുക. അവസാനത്തിൽ എല്ലാവർക്കും നൊസ്റ്റാൾജി ഉണ്ട്. നമ്മൾ മരിക്കുമ്പോൾ കുറെ പേർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ നൊസ്റ്റാൾജികളും ഓർമ്മകളും ഇത് മാത്രമേ ബാക്കി. എനിക്ക് തോന്നുന്നു നമ്മൾ മരിക്കുന്ന സമയത്ത് ആകെ നമ്മൾ ഓർക്കാൻ പോകുന്നത് നമ്മുടെ ഇതേപോലത്തെ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളും, അതെ, ചെയ്യാൻ പറ്റാറുണ്ട് ചെയ്യാതെ വിട്ടുപോയ അവസരങ്ങളും മാത്രമേ, നമ്മൾ ചെയ്ത നന്മകളും മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ത് നമ്മൾ ചെയ്യുന്നു അതായിരിക്കും നമുക്ക് സന്തോഷത്തിൽ മരിക്കണം, ദുഃഖത്തിൽ മരിക്കണമെന്ന് ചെയ്യാൻ തീരുമാനിക്കുള്ളൂ. എനിക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കൊടുത്ത കുറേ ഓർമ്മകളും, കുറേ പേർക്ക് ഓർമ്മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ചിലർക്ക് നൊസ്റ്റാൾജിയും ബാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. അതെ, ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ നമ്മുടെ ഒരു നല്ലൊരു മനുഷ്യനായി നിന്ന് പോവുക. മറ്റുള്ളവർക്ക് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട്, അവരെ ഉപദ്രവിക്കാതെ നല്ലൊരു ജീവിതം ജീവിച്ച് പോവുക. അതേപോലെ എന്നിട്ട് ഓർമ്മകളെ നുണഞ്ഞ്, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. വാർദ്ധക്യത്തിൽ ഒരു ചെറുതടിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്, മറ്റേ ഇവര് ഇംഗ്ലീഷുകാരുണ്ടല്ലോ സിഗാറൊക്കെ വലിച്ചിരിക്കുന്നു, അതേപോലെ ഒരു ചെറിയൊരു വിസ്കിയൊക്കെ അടിച്ച് ഇങ്ങനെ ഓർത്ത്, അതേപോലെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അപ്പം ജീവനോടെ ഉണ്ടെങ്കിൽ ഇതേപോലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കുക. പിന്നെ അത്രയും
ഒരു വാർദ്ധക്യത്തിൽ എത്താൻ പറ്റുന്നതെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാ ജീവിതത്തിന് എന്തോ ഒരു മൂല്യം ഉണ്ടെന്നുള്ള കാര്യം, നമ്മൾ അതിന് അത്രയും വില കൊടുക്കണം എന്നുള്ളതാണ് കാര്യം. നമ്മൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ നമ്മളാരും ഇല്ലെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതെ, ഇനി പറഞ്ഞ നമ്മൾ കാട് കയറിപ്പോവും. ഇത് അതായത് എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഇതാണ് ഞാൻ പറഞ്ഞ